നമസ്കാരമുണ്ട് കൂട്ടുകാരെ. അപ്പോൾ ഞാനിപ്പോൾ കുമ്രയിലാണ്. അപ്പോൾ ഞാൻ ഈ ഫിൽറ്റർ വെള്ളം പിടിക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാമായിരിക്കും, ഇവിടെ കുറേ മലയാളി ചേട്ടന്മാർ ഈ വെള്ളത്തിൻ്റെ ഈ ഫിൽറ്റർ ചെയ്ത് വെള്ളം കൊടുക്കുന്നു. ഞാൻ പലപ്പോഴും നിസ്സാര വിലയ്ക്ക് ഇവിടുന്ന് വെള്ളം മേടിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒരു ചങ്ങാതിയെ പരിചയപ്പെട്ടു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞു ഇതുപോലെ യൂട്യൂബൊക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എടുത്തൊരു വീഡിയോ ആണ്. സ്ഥലമൊക്കെ ഒന്ന് പറഞ്ഞേരെ. ഞാൻ മലപ്പുറം നിലമ്പൂരാണ്. ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ആ നിലമ്പൂർ തന്നെയാണ്. മലപ്പുറം നിലമ്പൂർ. ഓക്കെ, നിലമ്പൂരുള്ള ഒത്തിരി ആൾക്കാരുണ്ടല്ലോ ഇവിടെ. ഒത്തിരി വർഷമായോ? ജിദ്ദയിൽ ഒരുപാട് പേരുണ്ട് മലപ്പുറക്കാർ ഒരുപാട് പേര്. ഒത്തിരി വർഷമായി ഇവിടെ? ഇപ്പോൾ 5 വർഷമായി. 5 വർഷം. എങ്ങനെയുണ്ട്? നേരത്തെ എന്തുവായിരുന്നു വണ്ടികളൊക്കെ ഓടിക്കുന്നത്? തന്നെയാണ് പരിപാടി. വലിയ വണ്ടികളൊക്കെ ഓടിച്ചിട്ടുണ്ടോ? ട്രെയിലർ ഓടിച്ചിട്ടുണ്ട്. ഞാൻ അതിന് മുമ്പ് ഒരു കമ്പനിയിൽ കയറിയിരുന്നു ഒരു 5 മാസത്തോളം. ഓക്കെ, എന്നിട്ട് അതിലെങ്ങനെ മെച്ചമുണ്ടായിരുന്നോ? മെച്ച കമ്പനിയുടെ കീഴിലല്ലേ, ഓക്കെ, അപ്പോൾ അതിനനുസരിച്ചുള്ള മെച്ചങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ. ഇപ്പൊ ഇതേ ഓടിക്കുന്ന വണ്ടി ഇതെന്തോ ഡയാനയോ? ഡയാനയാണ് ഇതാ ഓടിക്കുന്നത്. വെള്ളത്തിന്റെ വണ്ടിയാണ്. വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് പോകുന്ന പരിപാടിയാണ്. അപ്പോൾ മച്ചാണ്, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത് ചെറിയ ലൈസൻസ് മതിയോ ഇതിന് ചേസ് നീളത്തിനനുസരിച്ചാണ്. 5 മീറ്ററിന് മേലേക്ക് വലിയ ലൈസൻസ് വേണമെന്നാണ് ഇവിടെ ഞാൻ പറഞ്ഞു കേട്ടത്. നമുക്ക് ഇതുവരെ മുക്കാൽപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ലൈസൻസ് AV ആണ്, എൻ്റെ കയ്യിലുള്ള AV ആണ്. അപ്പോൾ ഇതിൽ ചെറിയ ലൈസൻസ് ഉള്ളവർക്ക് ഓടിക്കാവോ? മീഡിയം ലൈസൻസ് ലൈസൻസിലുള്ളവർക്ക് ഓടിക്കാം. 5 മീറ്ററിന്റെ താഴെ ശരിക്കും ഓടിക്കാം. ഈ വണ്ടി 5 മീറ്റർ താഴെയാണോ? അതെ. ആണോ? ഈ വണ്ടി ഇതേപോലുള്ള വണ്ടിയാ? സെയിം വണ്ടിയാ കാണുന്നുണ്ടല്ലോ. ഇത് 5 മീറ്ററിന് താഴെയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ 5 മീറ്ററിന് താഴെയുള്ള വണ്ടികളൊക്കെ നമുക്ക് ഓടിക്കാം. പക്ഷേ ഇപ്പം എല്ലാവർക്കും ട്രെയിലർ ലൈസൻസ് വേണമെന്നാണ് പറയുന്നത്. വേണം, 5 മീറ്ററിന് മേലോട്ട് വേണം. അപ്പോൾ ഇത് മീസാനിലൊന്നും കയറണ്ട? മീസാനിൽ കയറണം. മീസാന് നമ്മളെ വണ്ടിക്ക് കമ്പനി തരുന്നുണ്ട്. ഓക്കെ, മീസാനും അതേപോലെ ഇതും. ഡ്രൈവർ കാർഡൊക്കെ ഉണ്ടോ? ഡ്രൈവർ കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അത് നമ്മുടെ ഇക്കാമ പുതുക്കണമെന്നുണ്ടെങ്കിൽ ഡ്രൈവർ കാർഡ് വേണം. ഇത് ഓടിക്കണേ ഡ്രൈവർ കാർഡ് വേണോ? ഈ വണ്ടി ഓടിക്കണേ DN ഓടിക്കണേ ഡ്രൈവർ കാർഡ് വേണം. DN ഓടിക്കണേ ഡ്രൈവർ കാർഡ് നിർബന്ധമില്ല. ഓക്കെ. വേറെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ കാര്യം, ഇതുപോലുള്ള വണ്ടി ഓടിക്കുന്നവർക്ക് ഒത്തിരി, അല്ലെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഡൗട്ട് ഒത്തിരി ഉണ്ട് ചെറിയ വണ്ടിയിലേക്ക് വരുമ്പോൾ. നല്ല ഗതികേടാണ് പണി. ഓക്കെ, പണിയാണ് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് പണിയെടുക്കാം. പണിയിൽ പ്രശ്നം ഉണ്ടെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാം. അതെ, അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പണിയെടുക്കാം. ഓക്കെ. നിങ്ങൾക്ക് സമയവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്? ടൈമില്ല, നമുക്ക് എപ്പോഴാണോ തീരുന്നത് അതിനനുസരിച്ച് നമുക്ക് റൂമിലോട്ട് പോവാം. ഓക്കെ. എന്തുവായാലും കഷ്ടപ്പാടായാലും മെച്ചമുണ്ടോ? അതെ, മെച്ചമുണ്ടോ? അതെ. അപ്പോൾ കഷ്ടപ്പാടായാലും മെച്ചമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പേരൊന്നുകൂടെ പറയണം. മുഹമ്മദ് അർഷിൽ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കണ്ടതുകൊണ്ട് ഒരു വീഡിയോ എടുത്തതാണ്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അപ്പം ഈ വണ്ടിയെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും, ഇങ്ങനത്തുള്ള ചെറിയ വണ്ടികളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളും, അതുപോലെ ട്രെയിലറിനെ കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്നാ നാട്ടിലോട്ട് 1 വർഷമായിട്ടുള്ളൂ വന്നിട്ട്. 1 വർഷമായിട്ടുള്ളൂ ഇവിടെ വന്നിട്ട്? അതെ, അതല്ല, ഇപ്പോഴത്തെ ഇതിൽ വന്നത് 1 വർഷമായിട്ടുള്ളൂ. ഇപ്പോഴത്തെ 1 വർഷം. ലീവ് കഴിഞ്ഞ് 7 മാസം നാട്ടിൽ നിന്ന് വന്നാണ്. ലീവ് നമ്മുടെ ഇഷ്ടത്തിനാണ്. നമുക്ക് നാട്ടിൽ പോയി എത്ര മാസം നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് 300 ഇത് കൊടുത്താൽ നമുക്ക് നാട്ടിൽ നിൽക്കാം. ഓക്കെ. ഇതുപോലുള്ള വണ്ടി ഓടിക്കുന്ന മലയാളി ചേട്ടന്മാരുണ്ടോ നിങ്ങളുടെ കൂട്ടുകാർ? ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ ഡ്രൈവർമാർ ഫുള്ള് മലയാളികളാണ് ഇതിനകത്ത്. അതെ. അപ്പോൾ ഇത് എങ്ങോട്ടാണ് കൊണ്ടുവന്ന വെള്ളം? ഇവിടെ ജിദ്ദ ലോക്കലാണോ? ജിദ്ദയിലോട്ടുണ്ട്, പിന്നെ മക്കത്തോട്ടുണ്ട്. ജിദ്ദ മക്ക മാത്രമേ ഉള്ളൂ നമ്മുടെ കമ്പനിയിൽ. ഓക്കെ. അപ്പോൾ നന്ദി, നമസ്കാരം കൂട്ടുകാരെ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.